ഹായ്, അരുൺ ജോഷിയാണ്. നമ്മുടെ ആനിമേഷന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു അനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നതിനാണ് അല്ലെങ്കിൽ ചലിപ്പിക്കുന്നതിനാണ് നമ്മൾ അനിമേഷൻ എന്ന് പറയുന്നത്. സിംപിളി നമുക്ക് അങ്ങനെ പറയാം. ഇനി അനിമേഷന് വേറൊരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അതായത് എന്താണ്, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ഒരുപാട് വേർഡുകൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സെന്റൻസ് കിട്ടുന്നത്. കുറച്ച് വേർഡുകൾ നമ്മൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്താൽ പോരാ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. ആ സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്ക് ഓർത്ത് വയ്ക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ബോർഡിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആനിമേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ഒരു ആനിമേഷൻ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, വെറുതെ ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആനിമേഷൻ ആവില്ല. ആ ആനിമേഷന് ഒരു ലൈവ്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിനൊരു റിയാലിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആനിമേഷനിൽ കുറേ അധികം പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഞാൻ എന്താണ് പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഒരു 12 പ്രിൻസിപ്പിൾസ്. ഇത് ട്രഡീഷണൽ പണ്ട് മുതലേ ഉള്ള പറഞ്ഞു വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്? ആദ്യം മുതൽ നോക്കിയേ, സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ജസ്റ്റ് ഒരു ബോൾ ബൗൺസ് ചെയ്യുന്ന, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ അതിന്റെ പേര് മാത്രം നോക്കി പോവാ. എന്താണ്? സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ടൈമിംഗ് ആൻഡ് മോഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അനിമേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. സ്റ്റേജിങ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ. ഫോളോ ത്രൂ ആൻഡ് ഓവർലാപ്പിംഗ് ആക്ഷൻ. സ്ട്രൈറ്റ് അഹെഡ് ആൻഡ് പോസ്റ്റ് പോസ് ആക്ഷൻ. സ്ലോ ഇൻ ആൻഡ് സ്ലോ ഔട്ട്. ആർക്ക്. എക്സാഗറേഷൻ. സെക്കൻഡറി ആക്ഷൻ. സോളിഡ് ഡ്രായിങ്. അപ്പീൽ. ഇങ്ങനെ ഇത്ര ഒരു 12 പ്രിൻസിപ്പിൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആനിമേഷൻ കാണുമ്പോൾ തന്നെ സംഭവം എന്താണെന്ന് പിടികിട്ടും. പക്ഷെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ അത് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇതിപ്പം 12 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഒരു ആനിമേഷന് മസ്റ്റായിട്ട് വേണ്ടുന്ന കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഒരു 6 ഞാൻ സെലക്ട് ചെയ്യുവാണ്. അതായത് 12 ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, 6 സെലക്ട് ചെയ്യുവാണ്. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്ത കഴിഞ്ഞ ക്ലാസ്, ഇന്നലെ എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 പ്രിൻസിപ്പിൾ ഉണ്ട്. പക്ഷേ ഈ 12 പ്രിൻസിപ്പിളും നമ്മളായിട്ട് അറിഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളല്ല. കുറച്ച് കാര്യങ്ങൾ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളിന്, നോർമൽ ഒരു മൈൻഡ് ഉള്ള ഒരാളിന്, ചിന്തിക്കാൻ കഴിവുള്ള ഒരാളിന്, ഞാൻ ഉദ്ദേശിച്ചതാണ്, ചിന്തിക്കാൻ കഴിവുള്ള ഒരാളിന് കുറച്ച് പ്രിൻസിപ്പിൾ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. നമ്മൾ ചെയ്യുന്ന അനിമേഷനിൽ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. പക്ഷെ മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു അനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കേണ്ടുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്പീഡ് ആൻഡ് ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് 2 ബോളിനെ ഒരേ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് 2 സമയത്തെത്തുന്ന ആ ഒരു അനിമേഷൻ നമ്മൾ ചെയ്തായിരുന്നു. അത് കറക്റ്റായിട്ട് സ്പീഡ് ആൻഡ് ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ആ ക്ലാസ് ഡൗട്ട് ഉള്ളവര് വീണ്ടും ആ ക്ലാസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. അതായത് പ്രിൻസിപ്പിളിൽ ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഈ ഒരു പ്രിൻസിപ്പിളാണ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ടൈമിംഗ് ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായിരിക്കണം. പിന്നെ എന്താണ് ടൈമിംഗ് അല്ലെങ്കിൽ ടൈം എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പറയുന്ന സമയത്ത് അതിനെ കുറിച്ചാണ് പറയുന്നത്, ടൈമിനെ കുറിച്ചാണ്, ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ടൈമിംഗ് ആദ്യം പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ആൻഡ് ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞതിന് കാരണം അതാണ്. ആ എക്സസൈസ് കഴിഞ്ഞ ദിവസം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി രണ്ടാമത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. ഓക്കെ, ബാക്കി പ്രിൻസിപ്പിൾ ജസ്റ്റ് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. 12 പ്രിൻസിപ്പിളിനെയും നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാം. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം പഠിക്കേണ്ടുന്ന ഒരു 6 പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മളിപ്പോ സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മായക്കകത്ത് ആനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ബോൾ ഇരിക്കുവാണെന്ന് വെച്ചോ.
ഒരു ബോൾ എന്നല്ല, ഇതൊരു ജീവനുള്ള ഒരു ക്യാരക്ടറായിട്ട് എടുക്കാം. ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ജീവൻ ഇല്ലല്ലോ. നമ്മളൊരു റബ്ബർ ബോൾ ആണ് എടുത്ത് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അത് റബ്ബർ ബോൾ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണ് എന്താ ഇടിച്ചിടിച്ച് സെറ്റിൽ ആവുക ചെയ്യുന്നത്. ഞാൻ ഇനി ഒന്നുകൂടി പറയും. അതായത് നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദ്യത്തത് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇന്ന് എടുക്കുന്നത്. ടൈമിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ടൈമിങ്ങിനെ കുറിച്ച് ഞാൻ വീണ്ടും ഒരു എക്സസൈസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറയും. അത് ചിലപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിക്കുന്നു എന്ന് കരുതിയാൽ മതി. ആദ്യത്തത് സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോള് ഒന്നാമത്തെ ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്തു? കീ സെറ്റ് ചെയ്തു. എസ് പ്രസ് ചെയ്ത് കീ സെറ്റ് ചെയ്തു. ഈ എസ് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒബ്ജക്റ്റിനാണ് കീ ചെയ്യുന്നതെങ്കിൽ മോഡിഫൈക്കകത്ത് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫ്രെയിമിൽ ഞാൻ കീ ചെയ്യുന്നത്. കീ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 5 ഫ്രെയിം നീക്കി വെച്ചതിന് ശേഷം ഇത് W പ്രസ് ചെയ്തു. എനിക്ക് ഇവിടെ നിന്ന് ഈ ബോൾ ഇങ്ങനെ ജസ്റ്റ് ചാടി ഇവിടേക്ക് വരണം. ഇതൊരു ക്യാരക്ടറാന്ന് വെച്ചോ, ബോളായിട്ട് കണക്കാക്കേണ്ട ഒരു ക്യാരക്ടർ. ഒരു തവളയൊക്കെ ഇല്ലേ, ഫ്രോഗ്. ഫ്രോഗ് ആണെന്ന് വെച്ചോ. അപ്പൊ ഫ്രോഗ് ഇവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരണം. അപ്പോൾ വെറുതെ 1 കീ ചെയ്തു. 5 ഞാൻ W പ്രസ് ചെയ്ത് ഇതിനെ മൂവ് ചെയ്ത് ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ കൊണ്ടുവച്ചു. അതിനെയും കീ ചെയ്തു. ഇനി ഒരു 10ാമത്തെ ഫ്രെയിമിൽ വെച്ചിട്ട് ഇത് താഴെ വീണ്ടും ഗ്രൗണ്ടിൽ വരുന്നതായിട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി അവിടെ വരുന്നതായിട്ട് ആനിമേറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ കാണുന്നതെന്ന്. ഇതിനകത്ത് ഞാൻ ഒരു പ്രിൻസിപ്പിളും അപ്ലൈ ചെയ്തിട്ടില്ല. വെറുതെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കീ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. കണ്ടായിരുന്നല്ലോ? ജസ്റ്റ് ചാടി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ, ചാടി വരുന്നുണ്ട്, എല്ലാം ഓക്കെ ആണ്. ഇനി ഞാൻ വേറൊരു രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ ഇതേ അനിമേഷനെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ രണ്ടാമതൊരു ബോൾ ഇവിടെ വരച്ചു വെച്ചു. അതിനെ ഞാൻ ഗ്രൗണ്ട് ലെവലിലേക്ക് എടുത്തു വെച്ചു. ഓക്കെ, ഗ്രൗണ്ട് ലെവലിലേക്ക് ഞാൻ സൈഡ് വ്യൂവിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് ഉയർത്തി വെച്ചു. ഉയർത്തി വെച്ചതിന് ശേഷം നമ്മുടെ പിവറ്റ് ഇല്ലേ, ഈ പിവറ്റ് എന്ന് പറയുന്ന ഈ ആരോ, കീബോർഡിനകത്ത് ഡോഗിന്റെ ഡി ഫോർ ഡോഗ് സെലക്ട് ചെയ്യുക. ഡി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ പിവറ്റിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഗ്രിഡിന്റെ, അതായത് ഈ ബോളിന്റെ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുവച്ചു. അതെന്ന് പറയുന്നത് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ മതി, നോക്കിയാൽ അറിയാം ഇത് എവിടെയാ ഇരിക്കുന്നത്? ഫ്ലോറിലായിട്ടാണ് പിവറ്റ് ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഫ്രണ്ട് വ്യൂവിൽ വന്നു. ഇവിടെ വെച്ചിട്ട് ഞാൻ മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തതിന് ശേഷം 1 വെച്ചിട്ട് ഞാൻ ഇതിന് കീ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു 8 ഫ്രെയിം നീക്കി വെച്ചു. 8 ഫ്രെയിം നീക്കി വെച്ചതിന് ശേഷം 6 കൊടുത്ത് ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്യുവാണ്. ഒന്ന് ചപ്പിച്ചു വെച്ചു. ക്ലിയർ ആയല്ലോ? എസ് കൊടുക്കുക. അതായത് 1 നോർമലായിട്ട് വെച്ചു. പിവറ്റിന്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 1 നോർമലായിട്ട് വെച്ചു. 8 എത്തിയപ്പോൾ ഞാനൊന്ന് താഴ്ത്തി വെച്ചു. ഇനി ഞാനൊരു 3 ഫ്രെയിം, 1 2 3, ഈ ഫ്രെയിം ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. 3 ഫ്രെയിം നീക്കി വെച്ചു. 3 ഫ്രെയിം നീക്കി വെച്ചതിന് ശേഷം W പ്രസ് ചെയ്തു. ഇതിനെ മുകളിലേക്ക് ഉയർത്തി വെച്ചു. മുകളിലേക്ക് ഉയർത്തി വെച്ചതിന് ശേഷം ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഒന്ന് വലിച്ച് നീട്ടി വെച്ചു. കണ്ടോ? എസ് കൊടുത്തു. മുകളിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വലിച്ച് നീട്ടി വെച്ചു. മുകളിലേക്ക് ഉയർത്തി നീട്ടി വെച്ചു. ഇനി ഞാൻ വീണ്ടും 3 ഫ്രെയിം, 1 2 3, തറയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ, തറയിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 ഫ്രെയിമാണ് എടുത്തത്. അപ്പൊ അതേ ഡിസ്റ്റൻസ് താഴേക്ക് ട്രാവൽ ചെയ്യാനും എത്ര മതി? 3 ഫ്രെയിം മതി. അപ്പൊ ഞാൻ 3 ഫ്രെയിം നീക്കി വെച്ചു. 3 ഫ്രെയിം നീക്കി വെച്ചിട്ട് വീണ്ടും W കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ സ്ട്രെച്ച് ചെയ്ത സമയത്ത്, അതായത് ഞാൻ ഇത് സ്ട്രെച്ച് ചെയ്ത സമയത്ത് ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. സ്കെയിലിന്റെ Y വാല്യൂ 1 ആയിരുന്നു. അത് 1ൽ നിന്ന് കുറച്ച് വാല്യൂ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഞാൻ 6 കൊടുത്ത് സ്ട്രെച്ച് ചെയ്ത സമയത്ത് കണ്ട അവിടെ ഒരു വാല്യൂ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു? അടുത്ത 3 ഫ്രെയിം നീക്കി വെച്ച് ഇതിനെ താഴെ അറേഞ്ച് ചെയ്തതിന് ശേഷം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ, അത് ഓൾറെഡി എങ്ങനെയാണ് ഇരുന്നിരുന്നത്, ആനിമേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇരുന്നിരുന്നത്
ആ ഒരു ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നു, കണ്ടോ, നോർമലാക്കി. എന്നിട്ട് എന്ത് ചെയ്യാം, മറക്കരുത്, എസ് ഓരോ തവണയും നമ്മൾ ആനിമേഷൻ ഈ ഷേപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ കീ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, എസ് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ 8 ഫ്രെയിം കൊടുത്തു. 3 ഫ്രെയിമിൽ മുകളിലേക്ക് വന്നു, അടുത്ത 3 ഫ്രെയിമിൽ താഴെ വന്ന് നോർമലായി. ഇനി കഴിഞ്ഞില്ല, ഒരു 2 ഫ്രെയിം ഞാൻ വീണ്ടും നീക്കി വെച്ചു. 6 കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് താഴ്ത്തി കൊടുത്തു, ചതച്ചു വയ്ക്കത്തില്ലേ, താഴ്ത്തി വെച്ചു. ഓക്കെ, എസ് കൊടുത്തു. വീണ്ടും ഒരു 2 ഫ്രെയിം നീക്കി വെച്ചതിന് ശേഷം, ഒരു 2 ഫ്രെയിം മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിനെ വീണ്ടും ഒന്നാക്കി നോർമലാക്കി കൊടുത്തു. എന്നിട്ട് അതിന് വീണ്ടും കീ കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യത്തെ അനിമേഷനും രണ്ടാമത്തെ അനിമേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഞാനിവിടെ ഒരു 25 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുവാണ്. കാരണം നമ്മളിവിടെ ഈ ഒരു ടാബില് എത്രയാണോ നമ്പർ കൊടുക്കുന്നത് അത്രയും ഫ്രെയിം വരെയേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാനിവിടെ ഒരു 200 ഫ്രെയിം വരെ ഡിസ്പ്ലേ ചെയ്തിട്ടിരുന്നാല് നമുക്ക് ആനിമേഷൻ എവിടം വരെയേ ഉള്ളൂ? അപ്പൊ നമുക്കൊരു 18ാമത്തെ ഫ്രെയിം വരെ ആനിമേഷൻ ഉള്ളൂ. ബാക്കിയുള്ള ഫ്രെയിം വെറുതെ ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ 20ാമത്തെ ഫ്രെയിം വരെ 25ാമത്തെ ഫ്രെയിം വരെ ഓടിക്കോട്ടെ. ഇവിടെ ഒരു ചെറിയൊരു ഡിലേ വന്നോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 25ാമത്തെ ഫ്രെയിം വരെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചതാണ് ഇവിടെ. ഓക്കെ, ഇനി ഞാനൊന്ന് പ്ലേ ചെയ്യുവാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ നോർമലായിട്ട് ഉയർന്നു വന്നതും അല്ലാതെ കണ്ടോ സ്ട്രെച്ച് ആൻഡ് സ്ക്വഷ് പ്രിൻസിപ്പിൾ ആഡ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആ ആനിമേഷന്റെ ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസം കണ്ടോ? മറ്റത് വെറുതെ എന്താണ്, ആ ബോള് വെറുതെ ഒന്ന് പൊങ്ങി അങ്ങ് വന്നിരിക്കുന്നത് പോലെയാണ്. പക്ഷെ രണ്ടാമത്തെ ബോൾ ഞാൻ രണ്ടാമത് ചെയ്ത ക്യാരക്ടറിന്റെ അനിമേഷൻ സ്ട്രെച്ച് ആൻഡ് സ്ക്വഷ് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്ത അനിമേഷനിൽ എന്താണ്, അത് പ്രഷർ കൊടുത്ത് തറയിൽ നിന്ന്, അതൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല അതിന്. പ്രഷർ കൊടുത്ത് തറയിൽ നിന്ന് ചാടി, കണ്ടോ, അത് താഴ്ന്ന് ചാടി പോയി ഇരിക്കുന്ന സമയത്തും അത് നോർമലായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ, നമ്മളൊരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് നമ്മുടെ നീ ബെൻഡ് ചെയ്യാതെ, അതായത് നമ്മുടെ മുട്ട് ബെൻഡ് ചെയ്യാതെ നമുക്ക് താഴെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചെറിയൊരു ഹൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറ്റുമായിരിക്കാം, എന്നാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് നമ്മൾ മുട്ട് മടക്കി ഏകദേശം ഇരിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുന്നത്, എണീറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ പൊസിഷനിലേക്ക് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുക. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഫീലാണ് നമ്മൾ ഈ സ്ട്രെച്ച് ആൻഡ് സ്ക്വഷ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ അനിമേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ സ്ട്രെച്ച് ആൻഡ് സ്ക്വഷ് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തത്. ജസ്റ്റ് എന്ത് ചെയ്തു, സ്കെയിൽ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്കെയിലിൽ തന്നെ ഇത്രത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇതാണ് സ്ട്രെച്ച് ആൻഡ് സ്ക്വഷിന്റെ, അതായത് ആ പ്രിൻസിപ്പിളിന്റെ, ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? കണ്ടോ, ഈ 2 ക്യാരക്ടർ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി, അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സ്ട്രെച്ച് ആൻഡ് സ്ക്വഷ് ക്ലിയർ ആയല്ലോ?